രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാ. മോനെ ഒരുക്കി നിർത്തിയിട്ട് വരുന്നോന്ന് ചോദിച്ചാ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറങ്ങാനൊക്കെ പോവാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പോയാലോ? മഴയായി കഴിഞ്ഞാൽ ഞങ്ങളുടെ വഴിയുടെ അവസ്ഥ ഇതാ കേട്ടോ. മഴ തുടങ്ങിയില്ല, ഇനിയുള്ള മഴയ്ക്കാണ് രസം. പിന്നെ ഞങ്ങൾ ഇറങ്ങി കുഞ്ഞിന് ഒരു ബിസ്ക്കറ്റ് മേടിക്കാനായിട്ട് കടയിൽ നിർത്തിയതാണ്. രാവിലെ ഒന്നും കഴിക്കാതെ ആളിറങ്ങിയ കേട്ടോ. ഒന്നും ഫുഡ് കൊടുത്തില്ല, ആൾ അലമ്പാവും. ഫുഡ് കൊടുത്താലോ ഛർദ്ദിലും. അപ്പം ഏത് അമ്പലത്തിലോട്ടാണ് പോകുന്നതെന്നറിയാവോ? ഹരിപ്പാട് ഹനുമാൻ ക്ഷേത്രം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, മണ്ണാർശാല. എല്ലാ മാസവും ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ കയറാം. വരുന്ന വഴിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അമ്പലത്തിൻ്റെ ഭാഗത്തൊന്നും വലിയ മഴ പെയ്തതായിട്ട് തോന്നിയില്ല കേട്ടോ. എന്നാലും പെട്ടെന്ന് കയറി തൊഴുതു വഴിപാടൊക്കെ നടത്തി ഞങ്ങൾ പ്രസാദമൊക്കെ വേഗം മേടിച്ചുകൊണ്ട് ഇറങ്ങാൻ പോവുകയും ഭയങ്കര കാറ്റായിരുന്നു. ഭയങ്കര കാറ്റും ഇടിയും ചെറിയ മഴയും ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും ഓടി ഓടി പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷെ കുഞ്ഞുള്ളതുകൊണ്ട് കുറച്ച് നേരവും കൂടെ വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടെ ഭഗവാനെയും കണ്ട് അവിടെ ഇരുന്നു. പിന്നെ പതുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോട്ട് പോയി. അപ്പോഴത്തേക്കും ചെറിയ മഴ പെയ്യും തോരും, അങ്ങനത്തെ ഒരു ക്ലൈമറ്റായി മാറി. അവിടെയും കുഞ്ഞിനെ കൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല, കയ്യിൽ കുടയില്ലാതായിപ്പോയി. എല്ലാ വട്ടവും പോകുമ്പോൾ കുടയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വേഗം തൊഴുത് ഇറങ്ങി. ഒരു വട്ടമെങ്കിലും ഈ അമ്പലത്തിൽ എല്ലാവരും ഒന്ന് പോകണം കേട്ടോ. അത്ര നല്ല രസമാണ് അമ്പലം. അവിടെ ഞങ്ങൾ പെട്ടെന്ന് തൊഴുത് ഇറങ്ങി. മണ്ണാർശാലയും കൂടെ പോകാനുണ്ടായിരുന്നു. ഇത് അടുത്ത മഴ വരുന്നുണ്ട്. ആ മഴയ്ക്ക് മുമ്പ് മണ്ണാർശാല അമ്പലത്തിലൂടെ കയറിയിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. അതുകൊണ്ടാകെ ഞങ്ങൾ തിരക്ക് കൂട്ടി. പിന്നെ കുഞ്ഞും ഉണ്ടായിരുന്നു. കുടയുണ്ടായിരുന്നേ കുറച്ച് സമയം കൂടെ ഒക്കെ നിൽക്കാമായിരുന്നു. എത്ര മഴയാണെങ്കിലും തിരക്കുള്ള ഒരു അമ്പലമാണ്. അവിടുന്ന് മണ്ണാർശാല പോയപ്പോഴും അവിടെ അത് തന്നെ അവസ്ഥ. നല്ല മഴയാണ്, പക്ഷെ കാർ പാർക്ക് ചെയ്യാൻ ഇടം പോലും ഇല്ല, അതുപോലെ തിരക്കാണ്. അവിടെ ഞങ്ങൾ വേഗം കയറി തൊഴുതു. അവിടെ കംപ്ലീറ്റ് തൊഴാൻ പറ്റിയില്ല മഴയായതുകൊണ്ട്. പെട്ടെന്ന് തൊഴുതു. ഞങ്ങൾ ടാറ്റ ബൈ ബൈയും പറഞ്ഞ് പോയി. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങൾ തൊഴട്ടെ.